കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. ഒരു സംഖ്യയുടെ 78% 3660 കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി ലഭിക്കും, ഡബിള് തിരിച്ച് കിട്ടുമെന്നാണ്. അങ്ങനെയെങ്കിൽ സംഖ്യ കണ്ടെത്താനാണ്. അപ്പോൾ ഈ പറഞ്ഞ കഥ അതേപോലെ ഞാനൊന്ന് എഴുതുവാം. ഒരു സംഖ്യയുടെ 78% എത്ര എൻ്റെ കുട്ടികൾ കൂട്ടിയത്? 3660 കൂട്ടി. എന്താ അപ്പം കിട്ടിയത്? അപ്പം കിട്ടിയത് നമ്മുടെ സംഖ്യ തന്നെ ആയിരുന്നു എങ്കിൽ നമ്മൾ 100% എടുത്തേനെ. ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ സംഖ്യ ആരായിരുന്നു, അതിൻ്റെ ഇരട്ടി കിട്ടി. അപ്പോൾ എത്രയാണ് എഴുതി വെക്കണ്ടേ? 200%. ക്ലിയറായോ? സംഖ്യകളെല്ലാം ഒരു സൈഡിൽ കിടക്കട്ടെ, ശതമാനം എല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകുമ്പം ലെഫ്റ്റ് സൈഡിൽ കിടന്ന് 78%, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -78% ആകും. അപ്പോൾ ഇവിടെ നിന്ന് ചോദ്യത്തിൽ പറയുന്ന റിലേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്. 200%ത്തിൽ നിന്ന് 78% കുറച്ചാൽ 122%. ഓക്കെ ആണോ? ചോദ്യത്തിൽ പറയുന്ന ഡാറ്റയിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ സംഖ്യയുടെ 122% 3660 മനസ്സിലായി. നമുക്ക് നമ്മുടെ സംഖ്യ കാണണ്ടേ അല്ലേ? 100% എത്രയെന്നാണ് കാണേണ്ടത്. സിംപ്ലി നമ്മൾ ക്രോസ് ചെയ്യുന്നു, ആൻസറിങ് എടുക്കാൻ പോവാം. പറ. 3660 × 100 ഡിവൈഡഡ് ബൈ 122 വരും. ഇത്ര ഓക്കെ ആണോ? ഇനി ക്യാൻസലേഷൻ ഒന്ന് ആലോചിച്ച് എങ്ങനെ എൻ്റെ കുട്ടികളെ വെട്ടിപ്പോന്നേ? 122 കയറി 366 വെട്ടത്തില്ലേ? 122 ഗുണം 3 366 അല്ലേ? പിന്നെ 3 ഉണ്ട്, ഒരു 3 0 ഉണ്ട്. നമ്മുടെ ആൻസർ കൺഫേം ചെയ്യാം. ഒറിജിനൽ സംഖ്യ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ 3000 ആയിരുന്നു. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ശരി, താങ്ക് യു.